നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണോ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തെടുത്തത്, ഇതേ മെത്തേഡ് തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ നമുക്ക് യെല്ലോ കളർ അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് അതിൻ്റെ ഷേപ്പോ കാര്യങ്ങളോ നോക്കാതെ ആ ഒരു ബോക്സ് ഫുള്ള് ഫില്ല് ചെയ്തിങ്ങ് വരയ്ക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക. കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കളർ പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അത് എപ്പോഴും ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് സെക്കൻഡ് ലെയർ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് കളറാണ് സെക്കൻഡ് ലെയർ ചെയ്യുന്നത്. ഈ സെക്കൻഡ് ലെയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പിനനുസരിച്ചായിരിക്കും ഞാൻ ഷെയ്ഡിങ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതിനൊരു പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് വരച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരുപാട് പ്രഷർ യൂസ് ചെയ്യുന്നില്ല, വളരെ ലൈറ്റായിട്ട് തന്നെയാണ് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗം വൈറ്റ് പോർഷൻ വരുന്നത് കൊണ്ടാണ് അത് ഞാൻ പ്ലെയിനായിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് സെക്കൻഡ് ലെയറായിട്ട് ഓറഞ്ച് കളറും കൂടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അതിൻ്റെ ഷേപ്പ് നോക്കി തന്നെ വേണം ഷെയ്ഡ് ചെയ്തെടുക്കാൻ. അല്ലാതെ നമ്മൾ ഇതുപോലെ പ്ലെയിനായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇനി തേർഡ് ലെയറായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് റെഡ് കളർ വെച്ചിട്ടാണ് തേർഡ് ലെയർ വരയ്ക്കുന്നത്. തേർഡ് ലെയർ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി പ്രഷർ കൂട്ടി തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. എന്നാലും ഒരുപാട് പ്രഷർ കൂട്ടുന്നില്ല, അത്യാവശ്യം. ഈ ഞാനിവിടെ പ്രഷർ കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചായിരിക്കും കളർ പെൻസിലിനകത്ത് കളർ ആഡ് ആവുന്നത്. ഞാനിവിടെ ലൈറ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കളർ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇത്തിരി പ്രഷർ കൂട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ ആ പേപ്പറിലേക്ക് ഇറങ്ങും. എന്നാൽ ഒരുപാട് നമ്മൾ കുത്തിപ്പിടിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന വർക്ക് ചീത്തയായി പോകാനും ചാൻസ് ഉണ്ട്. കാരണം അതിന് മുകളിലേക്ക് പിന്നീട് അടുത്ത ലെയേഴ്സൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് സാധാ പേപ്പറല്ല, അത്യാവശ്യം ഒരു 200 GSM ഉള്ള പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. കളർ ഞാനിവിടെ അതിൻ്റെ താഴത്തെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് വീണ്ടും ഞാൻ യെല്ലോ കളർ അപ്ലൈ ചെയ്യാണ്. ഇതിന് മുകളിലായിട്ട് വീണ്ടും യെല്ലോ കളർ അപ്ലൈ ചെയ്യാണ്. യെല്ലോ കളറിന് മുമ്പ് നമുക്കൊന്നുകൂടെ ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യാം. ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യുമ്പോഴും കുറച്ച് പ്രഷർ കൂട്ടി ആണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഈ റെഡ് കളറും ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പെൻസിൽസ് യൂസ് ചെയ്ത് കളറുകൾ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ വർക്കുകളും ചെയ്യാനായിട്ട്.
അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റെഫറൻസ് പിക്ചർ ഏതാണോ അതിനാവശ്യമായിട്ടുള്ള കളേഴ്സ് ആദ്യം സെലക്ട് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം 1 by 1 ആയിട്ട് വരച്ച് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഓരോ കളർ പെൻസിൽസ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർ ചോദിക്കാറുണ്ട് എത്ര ലെയർ വരെ ചെയ്യണമെന്ന്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ലെയർ വരെ നമുക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അടുത്ത് നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ബ്രൗൺ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ബ്രൗൺ കളർ നമ്മൾ ആഡ് ചെയ്തു. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും യെല്ലോ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ യെല്ലോ കളർ ഇതിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന കളേഴ്സിൻ്റെ അടുത്ത് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഒരു ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബ്ലാക്ക് ആഡ് ചെയ്യണം. നമുക്ക് മുകൾ ഭാഗം കൂടി ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മുകളിൽ വീണ്ടും ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് തന്നെ വരയ്ക്കാം.
ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും യെല്ലോ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് എടുക്കാം, കുറച്ചും കൂടെ ഒന്ന് നീറ്റാവും. ഇങ്ങനെ 2 ലെയറും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മളുടെ ഈ ഒരു പോർഷൻ കൂടി ഫിനിഷ് ആവും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഓറഞ്ച് കളർ വീണ്ടും യൂസ് ചെയ്യാണ്. ഇനി അടുത്തത് യെല്ലോ കളർ. യെല്ലോ കളർ വെച്ച് നമ്മളിതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ്ട് ഈ ഒരു ഭാഗമാണ് ഫിനിഷ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ യെല്ലോ കളർ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് ലെയർ വേണമെങ്കിൽ നമുക്ക് ഇത് കണക്ക് തന്നെ ഓറഞ്ച് കളർ ഇത് കണക്ക് ലെയർ ചെയ്ത് വേണമെങ്കിൽ പോവാം. സെക്കൻഡ് ലെയറും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് തേർഡ് ലെയറായിട്ട് നമുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്യാം. റെഡ് കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാൻ. എടുത്തതിന് ഇതിന് മുകളിൽ വീണ്ടും ഓറഞ്ച് കളർ കുറച്ചുകൂടി പ്രഷർ കൂട്ടി അപ്ലൈ ചെയ്യാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കളറിങ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വരയ്ക്കുന്ന റെഫറൻസ് പിക്ചർ നല്ല രീതിയിൽ നോക്കി മാക്സിമം നല്ല നീറ്റായിട്ട് തെറ്റാതെ തന്നെ വരച്ചെടുക്കുക. പിന്നെ അവസാനം നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ഔട്ട്ലൈൻ പക്കയാക്കാൻ ശ്രമിക്കുക.
ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് താഴ്ഭാഗത്തായിട്ട് ബ്രൗൺ കളർ അപ്ലൈ ചെയ്യാം. അതിന് മുകളിലായിട്ട് ഡാർക്ക് ബ്രൗൺ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. യെല്ലോ കളർ വെച്ച് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ഓറഞ്ച് കളറും കൂടെ അപ്ലൈ ചെയ്യാം. ഓറഞ്ച് കളറും കൂടി ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഓറഞ്ച് കളറും കൂടി ഉപയോഗിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ലേശം ബ്ലാക്ക് കളറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലായിടത്തും ഉപയോഗിക്കുന്നില്ല, അത്യാവശ്യമായിട്ട് വേണ്ടിടത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ വിങ്സിൻ്റെ ഷാഡോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മളുടെ വർക്ക് സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ടെയിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ ടെയിലും കാര്യങ്ങളും വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഇനിയും കുറച്ചും കൂടെ ലെങ്തി ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്.